ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈസി ക്വാണ്ടിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പാഠഭാഗമാണ് പെർസെന്റേജ് അഥവാ ശതമാനം. ശതമാനത്തിന്റെ ചിഹ്നം ഇതാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ഇതിന്റെ അർത്ഥം 1/100 എന്നാണ്. അതായത് 100ൽ എത്രയാണ് എന്ന് പ്രസ്താവിക്കുന്നതിനെയാണ് ശതമാനം എന്ന് പറയുന്നത്. അതായത് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 100. നമ്മൾ ഇങ്ങനെ എഴുതുന്നു 100% എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം 100 ഇൻറ്റു 1/100 എന്നാണ് അല്ലെ? ഈ പെർസെന്റേജ് ചിഹ്നത്തിന്റെ അർത്ഥം അതല്ലേ, 1/100. അപ്പൊ ഈ 100ഉം 100ഉം ക്യാൻസൽ ആയി, എന്താണ്? 1 കിട്ടും അല്ലേ? അതായത് ഇത് ശതമാന രൂപവും ഇത് ഭിന്നസംഖ്യ രൂപവുമാണ്. അതായത് ഒരു സംഖ്യയുടെ 100%. ഇപ്പോ 25 എന്ന് പറയുന്ന സംഖ്യ എടുക്കുന്നു. 25ന്റെ 100%, 25 എന്ന സംഖ്യയെ 1 കൊണ്ട് ഗുണിച്ചാൽ മതി. എത്ര കിട്ടുക? 25 തന്നെയല്ലേ? അതായത് ഒരു സംഖ്യയുടെ 100% എന്ന് പറഞ്ഞാൽ ആ സംഖ്യയെ 1 കൊണ്ട് ഗുണിച്ചാൽ മതി. അതേപോലെ നമുക്ക് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. 25%. 25% എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? 25 ഇൻറ്റു 1/100. 25 100ൽ 4 തവണ പോകും അല്ലേ? അപ്പൊ എന്താ കിട്ടുക? 1/4. അപ്പൊ 25% എന്ന് പറഞ്ഞാൽ എന്താണ്? 1/4 ആണ്. അതായത് 16 എന്ന് പറയുന്ന സംഖ്യയുടെ 25% കാണണം എന്ന് പറഞ്ഞാൽ 16 ഇൻറ്റു 1/4 ചെയ്താൽ മതി. 16 ഇൻറ്റു 1/4 എത്രയാ? 4 ആണ്. 16ന്റെ 25% എത്രയാണ്? 4 ആണ്. ഇനി അതേപോലെ 20ന്റെ 25% എത്രയായിരിക്കും? 20 ഇൻറ്റു 1/4 എത്ര കിട്ടുക? 5 അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഐഡിയ കിട്ടുന്നുണ്ടാവും അല്ലേ? ഇനി നമുക്ക് നോക്കാം 50%. ഞാനിവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. 50% എന്ന് പറഞ്ഞാൽ 50 ഇൻറ്റു 1/100 എന്നാണ്. 50 100ൽ എത്ര തവണ പോകും? 2 തവണ. അപ്പൊ എന്താ എഴുതുക? 1/2. അതായത് ഒരു സംഖ്യയുടെ 50% എന്ന് പറഞ്ഞാൽ ആ സംഖ്യയെ 1/2 കൊണ്ട് ഗുണിച്ചാൽ മതി. അതായത് 25ന്റെ 50% എന്ന് പറഞ്ഞാൽ 25 ഇൻറ്റു 1/2 എന്താ കിട്ടുക? 12.5. ഇനി 75%. നോക്കുക, 75% എന്ന് പറഞ്ഞാൽ 75 ഇൻറ്റു 1/100 അല്ലേ? അപ്പോ 3 25 ആണ് 75, 4 25 100. അപ്പൊ അതിന്റെ ഭിന്നസംഖ്യ രൂപം എന്താണ്? 3/4 ആണ്. അതായത് ഒരു സംഖ്യയുടെ 75% കാണണം എന്ന് പറഞ്ഞാൽ ആ സംഖ്യയെ 3/4 കൊണ്ട് ഗുണിക്കുന്നത് തുല്യമാണ്. ഇനി നമുക്ക് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് പരീക്ഷകളിൽ കൂടുതൽ ചോദിക്കുന്ന ശതമാനം നോക്കാം. ഇപ്പോ 12%. 12%. ഇവിടെ നോക്കുക, ഇത് മിശ്രഭിന്നത്തിന്റെ രൂപത്തിലല്ലേ ഉള്ളത്? അതിനെ നമ്മൾ വിഷമഭിന്നമാക്കി മാറ്റണം. എങ്ങനെയാ മാറ്റുക? പൂർണ്ണസംഖ്യയെ ഛേദം കൊണ്ട് ഗുണിക്കുന്നു. 12 2 24. എന്നിട്ട് അംശം കൂട്ടുന്നു. 24 1 25/2 ശതമാനം അല്ലേ? ഇപ്പൊ ശതമാനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1/100 എന്ന്. അപ്പൊ 25/2 ഇൻറ്റു 1/100. 25 100ൽ 4 തവണ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 1/8 കിട്ടും. അതായത് ഒരു സംഖ്യയുടെ 12% കാണാൻ ആ സംഖ്യയെ 1/8 കൊണ്ട് ഗുണിച്ചാൽ മതി. അതായത് നമ്മൾ നോക്കുക, 80 എന്ന് പറയുന്ന സംഖ്യയുടെ 12% എന്തായിരിക്കും? 80 ഇൻറ്റു 1/8 10 ആയിരിക്കൂലേ? യെസ്. ഇനി അടുത്തത് 16 2/3%. 16 2/3%. നോക്കുക, 16 3 48, 48 2 50, 50/3%. That is equal to 50/3 into 1/100. അപ്പൊ 50ഉം 100ഉം വെട്ടി എന്താ കിട്ടുക? 1/6. ശരിയല്ലേ? അപ്പോ ഒരു സംഖ്യയുടെ 16 2/3% എന്ന് പറഞ്ഞാൽ അതിന്റെ ഭിന്നസംഖ്യാ രൂപമാണ് 1/6. അതായത് 60ന്റെ 16 2/3% കാണണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? 60 ഇൻറ്റു 1/6. അത് നമുക്ക് എന്ത് കിട്ടും? 10 തന്നെ കിട്ടും അല്ലേ? ഇനി അടുത്തത് നോക്കുക, 33 1/3%. അപ്പൊ നോക്കുന്നു, 33 ഇൻറ്റു 3 99, 1 100. അപ്പൊ 100/3 ഇൻറ്റു 1/100. അപ്പോ 100ഉം 100ഉം ക്യാൻസൽ ആയി എന്താ കിട്ടുക? 1/3.
ഒരു സംഖ്യയുടെ 33 എന്ന് പറഞ്ഞാൽ എത്ര ഭാഗമാണ്? 1/3 ഭാഗമാണ്. അതേപോലെ അവസാനത്തത് 66 2/3. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? 66 3 198 200 200/3 ഇൻറ്റു 1/100. ഈ 2 0 ക്യാൻസൽ ചെയ്ത് അപ്പൊ അതിന്റെ ഭിന്നസംഖ്യാ രൂപം എന്ത് കിട്ടി? 2/3 കിട്ടി. അപ്പോ ഒരു സംഖ്യയുടെ 66 2/3 കാണണമെങ്കിൽ നമ്മൾ ആ സംഖ്യയുടെ 2/3 ഭാഗം കണ്ടാൽ മതി. അപ്പോ ഇവിടെ ഞാൻ എഴുതിയിട്ടുള്ളത് നമ്മുടെ മത്സര പരീക്ഷകളിൽ കൂടുതൽ ചോദിക്കുന്ന പെർസെന്റേജുകളാണ്. അപ്പോൾ കറസ്പോണ്ടിങ് ഭിന്നസംഖ്യാ രൂപം നിങ്ങൾ കൃത്യമായി ഓർത്തു വെക്കുക. നമുക്ക് പെർസെന്റേജ് എങ്ങനെ എളുപ്പത്തിൽ കാണാം എന്നൊന്ന് നോക്കാം. ഇപ്പൊ ഞാൻ 10,000 എഴുതുന്നു. 10,000ന്റെ 10% കാണണം. നമ്മൾ സാധാരണയായി എന്താ ചെയ്യാ? 10,000 ഇൻറ്റു 10/100 ചെയ്യും അല്ലേ? അപ്പൊ ഈ 0 ക്യാൻസൽ ആയി, ഇവിടെ ഒരു 0 ഈ 0 ക്യാൻസൽ ആയി. എന്ത് കിട്ടും നമുക്ക്? 1000 കിട്ടും അല്ലേ? അതായത് 10,000ന്റെ 10% എന്ന് പറയുമ്പോഴേ 1000 അതായത് ഇവിടെ ഒരു 0 ഒഴിവായി. ശരിയല്ലേ? ഇനി നിങ്ങൾ ഇതിന്റെ 1% കാണുന്നതെങ്കിലോ? 1% കാണുകയാണെങ്കിൽ 10,000 ഇൻറ്റു 1/100 അല്ലേ? അപ്പൊ എത്ര 0 പോവും? 2 0 പോവും അല്ലേ? അപ്പൊ എന്താ കിട്ടുക നമുക്ക്? 100 ആണ് അല്ലെ? അപ്പൊ 10,000ന്റെ 1% 100 ആണ്. ഇനി നമുക്ക് 10,000ന്റെ 5% കാണാം. 5% എന്ന് പറഞ്ഞാല് 10% 1000 അല്ലേ? 1000ന്റെ പകുതിയല്ലേ 5%? എത്രയാ? 1000ന്റെ പകുതി 500 ആണ് അല്ലെ? അതായത് 10,000ന്റെ 10% 1000 ആണെങ്കിൽ 5% 500 ആയിരിക്കും. ഇനി 2.5% എന്തായിരിക്കും? ഈ 500ന്റെയും പകുതിയല്ലേ? 250 അല്ലേ? ശരിയല്ലേ? ഇനി 2% എന്ന് പറഞ്ഞാലോ? 2% എന്ന് പറഞ്ഞാൽ 1%ത്തിന്റെ ഇരട്ടി. അതായത് 10,000ത്തിന്റെ 1% എന്ന് പറഞ്ഞാൽ 100 ആണ്. 100ന്റെ ഇരട്ടി എത്രയാ? 200 ആണ്. ഇനി നമുക്ക് 10,000ത്തിന്റെ 15% കാണണം. 10% 1000 അല്ലേ? 5% 500. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 1500 കിട്ടും. അപ്പൊ ഇത് 10,000 എന്ന് പറയുന്ന സംഖ്യ ആയതുകൊണ്ടാണ് എളുപ്പത്തിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റിയത്. നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. 12,000. 12,000ത്തിന്റെ 10% എത്രയായിരിക്കും? 12,000 ഇൻറ്റു 10/100 അല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു 0 പോകും അല്ലേ? അപ്പൊ 1200. 1% എത്രയായിരിക്കും? വീണ്ടും ഒരു 0 ഇങ്ങോട്ട് പോകും. എത്രയായിരിക്കും? 1% 120 ആയിരിക്കും അല്ലെ? 5% എത്രയായിരിക്കും? 1200ന്റെ പകുതിയല്ലേ 5%? 600 ആയിരിക്കും അല്ലെ? ഇനി 15% എത്രയായിരിക്കും? 1200ഉം 600ഉം കൂട്ടിയാൽ 1800 അല്ലേ? ശരിയല്ലേ? 20% എത്രയായിരിക്കും? നോക്കുക, 20% എത്രയായിരിക്കും? 10% 1200 ആണ്. അപ്പൊ 20% 1200ന്റെ ഇരട്ടി ആയിരിക്കും അല്ലേ? 2400 അല്ലേ? ഇനി നമുക്ക് നോക്കാം 2% എത്രയായിരിക്കും? 2% എത്രയാ? 240 ആയിരിക്കും അല്ലെ? 120ന്റെ ഇരട്ടി എടുത്താ പോരെ? ഇനി 0.5% എന്ന് പറഞ്ഞാലോ? 0.5% എന്ന് പറഞ്ഞാല് 120ന്റെയും പകുതിയായിരിക്കും. 60 അല്ലേ? ശരിയല്ലേ? ഇനി 2.5% എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 2.5% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യണ്ടേ? 2% 240 ആണ്. അതിന്റെ കൂടെ 0.5% കൂട്ടുന്നു. അപ്പൊ 240ഉം 60ഉം എന്ത് കിട്ടും? 300 കിട്ടും. ഒരു എക്സാമ്പിളും കൂടി നോക്കാം. ഇതാ 18,000. 18,000ത്തിന്റെ 10% എത്രയാടോ? 1800 അല്ലേ? ഒരു ദശാംശം ഉള്ളിലേക്ക് പോയില്ലേ? ഒരു പോയിന്റ് ഇങ്ങോട്ടേക്ക് മാറ്റി. 1% 180. അങ്ങനെയാണെങ്കിൽ 3% എത്രയായിരിക്കും? 1% 180 ആണെങ്കിൽ 3% എന്ന് പറയുമ്പോൾ അതിനെ 3 കൊണ്ട് ഗുണിച്ചാൽ പോരെ? അപ്പൊ 18 3 54 540 അല്ലേ? ഇനി 5% ആണെങ്കിലോ? 5% എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1800ന്റെ പകുതി എത്രയാണ്? 900 ആണ്.
15% എന്ന് പറഞ്ഞാലോ 1800ന്റെ കൂടെ 900 കൂട്ടിയാ പോരെ? എത്ര കിട്ടുക? 2700. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ പെർസെന്റേജ് കാണാൻ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? നമുക്കിനി ഈ പാഠഭാഗം ചോദ്യങ്ങളിലൂടെ എളുപ്പത്തിൽ പഠിക്കാം. ഒന്നാമത്തെ ചോദ്യം നോക്ക്. ഒരു സംഖ്യയുടെ 5% 25 ആയാൽ സംഖ്യ ഏത് എന്നാണ്. അപ്പൊ നമ്മൾ സാധാരണയായിട്ട് ചെയ്യുമ്പോൾ ലെറ്റ് ദ നമ്പർ ഈസ് ഈക്വൽ ടു എക്സ് എന്ന് എടുക്കും അല്ലേ? എന്നിട്ട് എക്സിന്റെ 5% 25. അതായത് എക്സ് ഇൻറ്റു 5/100 ആണ് 25. എന്നിട്ട് നമ്മൾ എക്സിന്റെ വില കണ്ടുപിടിക്കും. എങ്ങനെ കാണാം എക്സിന്റെ വില? എക്സ് ഈസ് ഈക്വൽ ടു ഈ ഡിവൈഡഡ് ബൈ 100 എന്നുള്ളത് സമത്തിനപ്പുറം പോകുമ്പോഴെന്താവും? ഇൻറ്റു എന്നാവും അല്ലെ? അപ്പോ 25 × 100 ഡിവൈഡഡ് ബൈ ഈ 5 ഗുണിക്കണം 5 എന്നുള്ളത് സമത്തിനപ്പുറം ചെല്ലുമ്പോൾ ഡിവൈഡഡ് ബൈ 5 എന്നാവും അല്ലെ? 25ൽ 5 എത്ര തവണയുണ്ട്? 5 തവണ. അപ്പൊ 5 × 100 എത്രയാ? 500 ആണ് ആൻസർ. ഇനി ഞാൻ തൊട്ട് മുമ്പേ പഠിപ്പിച്ച ഐഡിയയിൽ ഒന്ന് ചെയ്തു നോക്കിയാലോ നമ്മള്. ഒരു സംഖ്യയുടെ 5% 25 ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ അതിന്റെ 10% എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കുമോ? 50 അല്ലേ? അപ്പൊ 10% 50 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 100% എത്രയായിരിക്കും? 500 ആയിരിക്കൂലേ? ക്ലിയർ അല്ലേ? ഇനി ചിലപ്പോ നമുക്കിപ്പോ 7.5% 25 എന്നൊക്കെ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഈ രീതിയിൽ എളുപ്പത്തിൽ കണ്ടുപിടിക്കണമെന്നില്ല. അപ്പൊ ഞാൻ അതിനൊരു ഐഡിയ പറഞ്ഞുതരാം. അപ്പൊ ഞാൻ പറയുന്നു എക്സ് എന്ന് പറയുന്ന സംഖ്യയുടെ വില 5 ആണ്. എക്സ് ഈസ് ഈക്വൽ ടു 5. അങ്ങനെയാണെങ്കിൽ 5x എത്രയായിരിക്കും? 5x എത്രയായിരിക്കും? നമുക്കറിയാം നമ്മൾ എന്ത് എക്സ് 5 ആയതുകൊണ്ട് 5x ഈസ് ഈക്വൽ ടു 5 × 5 25 എന്ന് പറയും അല്ലേ? അപ്പൊ ഇവിടെ നമ്മൾ ഒരു ഐഡിയ ഉപയോഗിക്കുന്നുണ്ട്. ആ ഐഡിയ ആണ് നമ്മൾ കൃത്യമായിട്ട് നോക്കുന്നത്. അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 5x ആണ് അല്ലെ? അപ്പൊ കണ്ടുപിടിക്കേണ്ടത് 5x ആണ്. അപ്പൊ കണ്ടുപിടിക്കേണ്ടത് ഡിവൈഡഡ് ബൈ തന്നത് എക്സ് ഇൻറ്റു തന്നതിന്റെ വില. അപ്പൊ ഈ എക്സും വെട്ടി 5 × 5 എത്ര കിട്ടും? നമുക്ക് 25 കിട്ടും. അപ്പോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എക്സിന്റെ വാല്യൂ ഒക്കെ ഒരു സൈഡിൽ എഴുതി, എക്സ് വരുന്നതൊക്കെ ഒരു സൈഡിൽ എഴുതി, അതിന്റെ വാല്യൂ മറ്റൊരു സൈഡിൽ എഴുതി. ശരിയല്ലേ? ഇനി ഇവിടെ നോക്കുക. 3x എന്ന് പറയുന്നത് 75 ആണ്. 3x ഈസ് ഈക്വൽ ടു 75 ആണ്. അങ്ങനെയാണെങ്കിൽ 5x എത്രയായിരിക്കും എന്ന് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? കണ്ടുപിടിക്കേണ്ടത് 5x ആണ് അല്ലെ? അപ്പൊ കണ്ടുപിടിക്കേണ്ടത് ഡിവൈഡഡ് ബൈ തന്നത് ഇൻറ്റു തന്നതിന്റെ വില. ശരിയല്ലേ? ഈ എക്സും ക്യാൻസൽ ആയി. 75ൽ 3 എത്ര തവണ പോവും? 25 തവണ. അപ്പൊ 5 × 25 എന്ത് കിട്ടും? 125 കിട്ടും. ക്ലിയർ അല്ലേ? അതേപോലെ നമ്മൾ ശതമാനത്തിലേക്ക് പോവാണ്. നോക്കണേ, ഇവിടെ ഒരു സംഖ്യയുടെ 5% 25 തന്നിരിക്കുന്നത്. അപ്പൊ ഒരു സംഖ്യയുടെ 5% 25 ആണ്. അയാൾ സംഖ്യ ഏത് എന്നാണ്. അപ്പൊ അയാൾ സംഖ്യ എത്ര ശതമാനമായിരിക്കും? 100% ആയിരിക്കൂലേ? അപ്പൊ നമ്മൾ 100% കാണണം അല്ലെ? അപ്പൊ എന്താ ചെയ്യാ? 100% കാണാൻ കണ്ടുപിടിക്കേണ്ടത് ഡിവൈഡഡ് ബൈ തന്നത് ഇൻറ്റു തന്നതിന്റെ വില. എന്താ ചെയ്തത്? കണ്ടുപിടിക്കേണ്ടത് ഡിവൈഡഡ് ബൈ തന്നത് ഇൻറ്റു തന്നതിന്റെ വില. അപ്പൊ 25ൽ 5 തവണ 100 × 5 എത്ര കിട്ടും? 500 കിട്ടും. ക്ലിയർ അല്ലേ? നോക്കുക, ഇത് തന്നെയല്ലേ നമുക്ക് ഇവിടെയും കിട്ടിയത് അവിടെയും കിട്ടിയത്. ഇനി നോക്കുക, ഒരു സംഖ്യയുടെ 3% 36 ആണ്. അങ്ങനെയാണെങ്കിൽ 144 ആ സംഖ്യയുടെ എത്ര ശതമാനമാണെന്ന് ചോദിക്കും. അപ്പൊ ഞാൻ നോക്കുക, ശതമാനം വരുന്ന ഭാഗം ഒരു സൈഡിലും വില ഒരു സൈഡിലുമാണ് എഴുതിയിരിക്കുന്നത് അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? കണ്ടുപിടിക്കേണ്ടത് 144 അല്ലെ? അപ്പൊ 144/36 കണ്ടുപിടിക്കേണ്ടത് ഡിവൈഡഡ് ബൈ തന്നത് ഇൻറ്റു തന്നതിന്റെ വിലയല്ലേ? ശരിയല്ലേ? ഇനി ഇവിടെ നോക്കുക, 3 36ൽ 12 തവണ അല്ലെ? 12 × 12 ആണ് 144. അപ്പൊ അത് എത്ര ശതമാനമായിരിക്കും? 12% ആയിരിക്കും. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ ഒരു ചോദ്യം കിട്ടിയാൽ ഏതാണോ എളുപ്പ വഴി അത് സ്വീകരിക്കുക.
ഓക്കെ. രണ്ടാമത്തെ ചോദ്യം നോക്കാം. 600ന്റെ 33 എത്ര എന്നാണ്. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് 33 അല്ലെ. അപ്പൊ ഈ 33 എന്ന് പറഞ്ഞാൽ അതിന്റെ ഭിന്നസംഖ്യാ രൂപം എന്തായിരുന്നു? നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ അതിന്റെ ഭിന്നസംഖ്യാ രൂപം? 1/3 ആണ് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി? 600ന്റെ 1/3 ഭാഗം കണ്ടുപിടിച്ചാൽ മതി. 600ന്റെ 1/3 ഭാഗം എത്രയാ? 600ൽ 3 എത്ര തവണ പോകും? 200 തവണ. അപ്പൊ എത്രയാണ് 600ന്റെ 1/3 200 ആണ്. അല്ലെങ്കിൽ അടുത്ത ഒരു വഴി നോക്കാം നമുക്ക്. 100% 600 അല്ലേ? 100% 600 അല്ലേ? ഇനി 33 1/3 കാണണം അല്ലേ? അപ്പൊ നമുക്കറിയാം ഇതിനെ മിശ്ര ഭിന്നത്തെ നമ്മൾ എന്താക്കി മാറ്റണം? വിഷമ ഭിന്നമാക്കി മാറ്റണം. അപ്പൊ 33 3 99 1 100 100/3 ശതമാനം കാണണം അല്ലെ. 100/3 കാണേണ്ടത്. അപ്പൊ ഞാൻ എന്തായിരുന്നു പറഞ്ഞു തന്നത്? കണ്ടുപിടിക്കേണ്ടത് ഡിവൈഡഡ് ബൈ തന്നത് ഇൻറ്റു തന്നതിന്റെ വില. ശരിയല്ലേ? അപ്പൊ നമുക്കറിയാം 100 എന്ന് പറഞ്ഞാൽ 100/1 ആണ്. അതായത് ഒരു ഭിന്നസംഖ്യയെ മറ്റൊരു ഭിന്നസംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ വ്യുൽക്രമം കൊണ്ട് ഗുണിക്കണം അല്ലെ. അപ്പൊ 100/3 ഗുണിക്കണം 1/100 ഇൻറ്റു 600 അല്ലേ. അപ്പോ ഈ 2 0 ഈ 2 0 പോയി അല്ലെ. 600ൽ എത്ര 3? 200. ഒന്ന് ഇങ്ങനെ ചെയ്യാം. ഇനി ഈ ചോദ്യത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയോ? 600ന്റെ 33 1/3 എത്ര എന്ന് ചോദിച്ചാലും, അല്ലെങ്കിൽ 33 1/3ന്റെ 600% എത്ര എന്ന് ചോദിച്ചാലും ഒരേ ഉത്തരമായിരിക്കും. 33 1/3ന്റെ 600% എത്ര? അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേപോലെ വരും. മനസ്സിലാവുന്നുണ്ടോ? അതായത് 33 3 99 1 100/3ന്റെ എത്ര ശതമാനം? 100/3ന്റെ 600% എത്ര ആണല്ലേ? അപ്പൊ 600% നമ്മളൊന്ന് കണ്ടുനോക്കിയേ. 600/100 അല്ലേ. ഈ 2 0 ഈ 2 0 ക്യാൻസൽ ആയി. 600ൽ 3 എത്ര തവണ പോകും? 200 തവണ. ശരിയല്ലേ? അപ്പോ 33 1/3ന്റെ 600% എത്ര എന്ന് പറഞ്ഞാൽ 200 ആണ്. അതായത് ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം 600ന്റെ 33 1/3% എത്ര എന്നാണ്. ആ ചോദ്യം തന്നെയാണ് 33 1/3ന്റെ 600% എന്ന് പറഞ്ഞാൽ. ഇപ്പോ 40ന്റെ 25% എത്ര എന്ന് ചോദിക്കുന്നു. അപ്പൊ 40ന്റെ 25% നമുക്കറിയാം. 25% എന്ന് പറഞ്ഞാൽ 1/4 അല്ലേ. അപ്പൊ 40/4 10 ആണ് അല്ലേ. ശരിയല്ലേ? അതായത് 40ന്റെ 25% എന്ന് പറഞ്ഞാല് 40 × 1/4 എത്രയാ? 10. ശരിയല്ലേ? ഇനി 25ന്റെ 40% എത്ര എന്ന് ചോദിച്ചാലോ? 25ന്റെ 40% എത്ര എന്ന് ചോദിച്ചാലോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? 25 × 40/100 അല്ലേ. 25 100ൽ എത്ര തവണ പോകും? 4 തവണ. അപ്പോ 40/4 എത്രയാ? 10 തന്നെയാണ്. അപ്പോ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചാൽ ഒരേപോലെ തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം നോക്കാം. 144ന്റെ എത്ര ശതമാനമാണ് 36? അപ്പൊ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? 144ന്റെ എത്ര ശതമാനമാണ് അല്ലെ. അപ്പൊ 144 × x/100 = 36. ഇങ്ങനെയാണ് സാധാരണ നമ്മൾ ചെയ്യുക അല്ലെ. അപ്പോ x = 36 × 100 ഡിവൈഡഡ് ബൈ 144 അല്ലെ. 36 4 തവണ 144 പോകും അല്ലെ. ശരിയല്ലേ? അപ്പൊ 100/4 എത്രയാ? 25 ആണ്. അപ്പൊ 25% 36. 144ന്റെ 25% 36. ഇത് നമ്മൾ പരമ്പരാഗതമായിട്ട് ചെയ്യുന്ന മെത്തേഡ്. അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്ന ഷോർട്ട് കട്ട് മെത്തേഡ് ഏതാണെന്ന് നോക്കാം. 100% എത്രയാണോ ഇവിടെ? 144 അല്ലേ. നമുക്ക് 36 എത്ര ശതമാനാണെന്നല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? കണ്ടുപിടിക്കേണ്ടത് ഡിവൈഡഡ് ബൈ തന്നത് ഇൻറ്റു തന്നതിന്റെ വില. അത് തന്നെയല്ലേ നമ്മൾ ഇവിടെയും ചെയ്തിരിക്കുന്നേ. ശരിയല്ലേ? അപ്പൊ 36 4 144 100/4 എത്രയാണോ? 25. അപ്പൊ എത്ര ശതമാനാണ്? 25%. ക്ലിയർ അല്ലേ?
നാലാമത്തെ ചോദ്യം, 180 എന്ന സംഖ്യ 189 ആകാൻ എത്ര ശതമാനം കൂടണം എന്നാണ്. അപ്പൊ നമുക്ക് നോക്കാം എത്രയാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. 180 189 ആയിട്ടുണ്ട് അല്ലെ. അപ്പോ 9 ആണ് ഇവിടെ കൂടിയിരിക്കുന്നത്. നമുക്ക് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം. 180ന്റെ 10% എത്രയാണോ? 18 അല്ലേ. അങ്ങനെയാണെങ്കിൽ 5% എത്രയാ? 18ന്റെ പകുതി 9 അല്ലേ. ഇവിടെ 9 അല്ലേ കൂടിയത്, ശരിയല്ലേ. അപ്പൊ 180 189 ആയിട്ടുണ്ട്. അപ്പൊ എത്ര ശതമാനമാണ് കൂടിയത്? 5% അല്ലേ. അപ്പൊ ഒന്ന് ഈ രീതിയിൽ കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ നമുക്കറിയാം 100% 180 അല്ലേ. അങ്ങനെയാണെങ്കിൽ 189 എത്ര ശതമാനമാണ് എന്ന് കണ്ടുപിടിച്ചാൽ മതി അല്ലേ. അപ്പൊ എന്താ ചെയ്യാ? കണ്ടുപിടിക്കേണ്ടത് ഡിവൈഡഡ് ബൈ തന്നത് ഇൻറ്റു തന്നതിന്റെ വില, ശരിയല്ലേ. ഈ പൂജ്യവും വിട്ട് അല്ലേ. ഇനി 18 എത്ര 9 ഉണ്ട്? 2. ഇവിടെയോ 9 എത്ര ഉണ്ട്? 2 1 21 അല്ലേ, ശരിയല്ലേ. ഇനി 10 എത്ര 2 ഉണ്ടോ? 5. 21 ഇൻറ്റു 5 105 അല്ലേ. അപ്പൊ 105% 189 അല്ലേ. 100നേക്കാൾ എത്ര ശതമാനം കൂടുതലാ? 5% കൂടുതൽ അല്ലേ. അപ്പൊ ഇവിടെ ഉത്തരം എന്താണ്? 180 എന്ന സംഖ്യ 189 ആകാൻ എത്ര ശതമാനം കൂടണം എന്ന് ചോദിച്ചാൽ എത്ര ശതമാനമാണ് കൂടേണ്ടത്? 5%. അപ്പോ ഓരോ ചോദ്യത്തിനും ഏതാണ് എളുപ്പ വഴി എന്നുള്ളത് നിങ്ങൾ ചൂസ് ചെയ്തിട്ട് ചെയ്യണം. കാരണം നമുക്ക് സമയം എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. അപ്പോ എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത് ഏത് രീതിയിലാണോ ആ രീതി നമ്മൾ ചൂസ് ചെയ്യണം. കിട്ടിയോ? അഞ്ചാമത്തെ ചോദ്യം നോക്കാം. ഒരു സംഖ്യയുടെ 75%നോട് 75 കൂട്ടിയാൽ അതേ സംഖ്യ കിട്ടും എങ്കിൽ സംഖ്യ ഏത് എന്നാണ്. അപ്പൊ സംഖ്യ നമ്മൾ എക്സ് എന്ന് എടുക്കുന്നു. എക്സിന്റെ 75% എന്ന് പറഞ്ഞാൽ 75/100. അതിന്റെ കൂടെ 75 കൂട്ടിയപ്പോൾ ആ സംഖ്യ തന്നെ കിട്ടി. ആ സംഖ്യ എക്സ് ആണ് അല്ലേ. അപ്പോ നമ്മൾ എക്സ് ഉള്ള ഫാക്ടർ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരുന്നു അല്ലെ. അപ്പോ 75 സമം എക്സ് ഇത് അങ്ങോട്ട് പോകുമ്പോൾ -75x ഡിവൈഡഡ് ബൈ 100 അല്ലെ. അപ്പൊ 75 സമം ക്രോസ് ചെയ്യുന്നു 100x -75x ഡിവൈഡഡ് ബൈ 100. അപ്പൊ 100x നിന്നും 75x കുറച്ചു കഴിഞ്ഞാൽ 25x ഡിവൈഡഡ് ബൈ 100 കിട്ടും. അപ്പൊ x ഈസ് ഈക്വൽ ടു 75 × 100 ഡിവൈഡഡ് ബൈ 25 അല്ലെ. 75 25 എത്ര തവണ? 3 തവണ. അപ്പൊ 3 × 100 എത്രയാ? 300 ആണ്. ഇങ്ങനെയാണ് നമ്മൾ സാധാരണയായിട്ട് ചെയ്യാറുള്ളത്. പക്ഷേ ഇവിടെ ഒരു എളുപ്പ വഴിയുണ്ട്. എന്താണ്? ഒരു സംഖ്യയുടെ 75%നോട് 75 കൂട്ടിയാൽ അതേ സംഖ്യ കിട്ടും. അതേ സംഖ്യ എന്ന് പറഞ്ഞാൽ 100% അല്ലേ. അതായത് 75% കൂടെ എത്ര കൂട്ടിയാലാണ് 100% കിട്ടുക? 25% കൂട്ടിയാലല്ലേ അല്ലേ, ശരിയല്ലേ. അപ്പോ ഇവിടെ 25% 75. അങ്ങനെയാണ് നമുക്ക് 100% കാണാം. 100% എങ്ങനെ കാണാം? കണ്ടുപിടിക്കേണ്ടത് ഡിവൈഡഡ് ബൈ തന്നത് ഇൻറ്റു തന്നതിന്റെ വില. 75 25 3 തവണ. അപ്പൊ 3 × 100 300. ക്ലിയർ അല്ലേ? ആറാമത്തെ ചോദ്യം, ഒരു സംഖ്യയിൽ നിന്നും ആ സംഖ്യയുടെ 40% കുറച്ചപ്പോൾ 30 കിട്ടി എങ്കിൽ സംഖ്യ എത്ര? സംഖ്യ എപ്പോഴും 100% ആയിരിക്കും അല്ലെ. ആ 100%ത്തിൽ നിന്നും 40% കുറച്ചാൽ ബാക്കി എത്ര ശതമാനം ഉണ്ടാവും? 60% അല്ലേ. ഇവിടെ 60% 30. അങ്ങനെയാണെങ്കിൽ സംഖ്യ എത്ര എന്നാണ് അല്ലെ. സംഖ്യ എപ്പോഴും 100% അല്ലേ. അപ്പൊ നമ്മൾ 100% കാണണം. എന്താ ചെയ്യാ? 100 ഡിവൈഡഡ് ബൈ 60 ഇൻറ്റു 30 അല്ലേ. 30 2 അല്ലേ 60. 100/2 എത്രയാണോ? 50 ആണ്. അപ്പൊ സംഖ്യ ഏതാ? 50 ആണ്. എളുപ്പമല്ലേ? ഏഴാമത്തെ ചോദ്യം, 50%ന്റെ 50% എത്ര എന്നാണ്. നമുക്കറിയാം 50%ന്റെ ഭിന്നസംഖ്യാ രൂപമാണ് 1/2. അപ്പൊ 1/2ന്റെ എത്ര ഭാഗമാണ് 1/2 എന്നാണ് ചോദ്യം അല്ലേ.
1/2 into 1/2 എന്താണ്? 1/4 ആണ്, അഥവാ 0.25 ആണ് അല്ലേ? ഇനി അല്ലെങ്കിൽ ഇതെങ്ങനെ ചെയ്യാം? 50% എന്ന് പറഞ്ഞാൽ 50/100 അല്ലേ? ഇൻറ്റു അതിന്റെ 50%, 50/100 ശരിയല്ലേ? 50 2 100, 50 2 100, അപ്പോ 1/4 അഥവാ 0.25. ക്ലിയർ അല്ലേ? എട്ടാമത്തെ ചോദ്യം, ഒരു സംഖ്യയുടെ 25% 600 ആയാൽ ആ സംഖ്യയുടെ 40% എത്ര എന്നാണ്. ഇവിടെ തന്നിരിക്കുന്നത് 25% 600. അങ്ങനെയാണെങ്കിൽ 40% എത്ര എന്ന് കാണണം അല്ലേ? എന്താ ചെയ്യാ? കണ്ടുപിടിക്കേണ്ടത് ഡിവൈഡഡ് ബൈ തന്നത് ഇൻറ്റു തന്നതിന്റെ വില. ശരിയല്ലേ? അപ്പോ നമുക്ക് നോക്കാം. 100-ല് എത്ര 25 ഉണ്ട്? 4 ഉണ്ട് അല്ലേ? 600-ല് എത്ര 100 ഉണ്ട്? 6. അപ്പൊ 600 25 എത്ര തവണ പോകും? 24 തവണ അല്ലെ? 25 ഇൻറ്റു 24 ശരിയല്ലേ? 100-ല് 4, 600-ല് 24 അല്ലേ? അപ്പൊ 24 ഇൻറ്റു 40, 24 4 96, ഒരു 0. ഇപ്പൊ എന്താ ആൻസർ? 960. ഒമ്പതാമത്തെ ചോദ്യം, ഒരു ക്ലാസ് പരീക്ഷയിൽ ജയിക്കാൻ 35% മാർക്ക് വേണം. 100 മാർക്ക് കിട്ടിയ ഒരു കുട്ടി 40 മാർക്കിന് തോറ്റു എങ്കിൽ പരമാവധി മാർക്ക് എത്ര എന്നാണ്. അപ്പൊ ഇവിടെ 100 മാർക്ക് കിട്ടിയ കുട്ടി 40 മാർക്കിന് തോറ്റു എന്ന് പറഞ്ഞു. അപ്പോ അദ്ദേഹത്തിന് ജയിക്കണമെങ്കിൽ 140 മാർക്ക് കിട്ടണം വേണ്ടേ? ആ 140 മാർക്കല്ലേ 35% അല്ലേ? 35% ആണ് 140 മാർക്ക്. പരമാവധി മാർക്ക് എന്ന് പറഞ്ഞാൽ 100% അല്ലേ? അപ്പൊ 100% കാണണം. എന്താ ചെയ്യാ? കണ്ടുപിടിക്കേണ്ടത് ഡിവൈഡഡ് ബൈ തന്നത് ഇൻറ്റു തന്നതിന്റെ വില. 5 7 35, 7 2 14, അപ്പൊ ഇവിടെ 20 അല്ലേ? ശരിയല്ലേ? അപ്പൊ 20-ൽ എത്ര? 5 4. 100 ഇൻറ്റു 4 എത്രയാടാ? 400. അപ്പൊ പരമാവധി മാർക്ക് എത്ര മാർക്കാണ്? 400 മാർക്കാണ്. ക്ലിയർ അല്ലേ? 10ാമത്തെ ചോദ്യം, ഒരാൾ അയാളുടെ ശമ്പളത്തിന്റെ 30% ഭക്ഷണത്തിനും 15% വസ്ത്രങ്ങൾക്കും 10% യാത്രകൾക്കും ചെലവഴിക്കുന്നു. ബാക്കി 900 രൂപ കൈവശമുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ശമ്പളം എത്ര എന്നാണ്. അപ്പൊ നമുക്ക് നോക്കാം അയാൾ എത്ര ചെലവഴിച്ചു നോക്കാം അല്ലെ? 30% ഭക്ഷണത്തിന് ചെലവഴിച്ചു, 15% വസ്ത്രങ്ങൾക്ക് ചെലവഴിച്ചു. അപ്പൊ 30% 15% കൂട്ടിയാൽ 45%. വീണ്ടും 10% യാത്രകൾക്ക് ചെലവഴിക്കുന്നു അല്ലെ? അപ്പോ 45ഉം 10ഉം 55% അദ്ദേഹം ചെലവഴിച്ചിട്ടുണ്ട് അല്ലെ? ബാക്കി എത്ര ശതമാനം ഉണ്ട്? ശമ്പളം 100% ആണെങ്കിൽ ബാക്കി എത്രയുണ്ട്? 100%-ൽ നിന്നും 55% കുറച്ചു കഴിഞ്ഞാൽ 45% ഉള്ളത് അല്ലെ? ആ 45% 900 രൂപ അല്ലെ? ബാക്കി 900 രൂപയല്ലേ കൈവശം വെക്കുന്നേ. അപ്പോ 45% 900 രൂപയാണെങ്കിൽ 100% അല്ലേ ശമ്പളം? അപ്പൊ 100% കാണണം. എന്താ ചെയ്യാ? കണ്ടുപിടിക്കേണ്ടത് ഡിവൈഡഡ് ബൈ തന്നത് ഇൻറ്റു തന്നതിന്റെ വില. 45 2 ആണ് 900. അപ്പൊ 20 ഇൻറ്റു 100 എത്രയാ? 2000 അല്ലേ? 20 ഇൻറ്റു 100 2000. അപ്പൊ അദ്ദേഹത്തിന്റെ ശമ്പളം എത്ര രൂപയാണ്? 2000 രൂപയാണ്. ഓക്കെ അല്ലേ? 11ാമത്തെ ചോദ്യം, ഒരു പട്ടണത്തിലെ 35% ആളുകൾ ഇംഗ്ലീഷ് സംസാരിക്കും, 60% ആളുകൾ ഹിന്ദി സംസാരിക്കും, 30% ആളുകൾ ഇംഗ്ലീഷും ഹിന്ദിയും സംസാരിക്കും എങ്കിൽ രണ്ടും സംസാരിക്കാത്ത ആളുകൾ എത്ര ശതമാനം എന്നാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ചോദ്യം ചെയ്യുമ്പോൾ നമ്മൾ വെൻ ഡയഗ്രം ഉപയോഗിച്ചിട്ടാണ് സൊല്യൂഷൻ ചെയ്യുന്നത്. അപ്പൊ ഞാൻ വെൻ ഡയഗ്രം വരയ്ക്കുകയാണ്. അപ്പൊ പട്ടണത്തിൽ ആകെ ആളുകൾ എത്ര ശതമാനം ഉണ്ടാവും? 100% ഉണ്ടാവും. അപ്പൊ ഈ ചതുരം റെപ്രസെന്റ് ചെയ്യുന്നത് 100%. ഇനി നമുക്ക് ഇംഗ്ലീഷും ഹിന്ദിയും സംസാരിക്കുന്ന ആളുകൾ അല്ലെ? രണ്ടും, ഇത് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളുകൾ, ഇത് ഹിന്ദി സംസാരിക്കുന്ന ആളുകൾ, ഇത് രണ്ടും സംസാരിക്കുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ ഈ നടുവിലുള്ള പോർഷൻ ആണ് അല്ലെ? ഈ നടുവിലുള്ള പോർഷൻ എത്ര ശതമാനം? 30% അല്ലെ? 30%. അപ്പൊ 30% ആളുകൾ ഇംഗ്ലീഷും ഹിന്ദിയും സംസാരിക്കും. ഇനി നോക്കുക, 60% ആളുകൾ ഹിന്ദി സംസാരിക്കുന്നുണ്ട്.
അപ്പൊ 60% ആളുകൾ ഹിന്ദി സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഈ വട്ടം മുഴുവൻ, ഈ റൗണ്ട് മുഴുവൻ എന്താ കാണിക്കുന്നത്? 60% ആളുകൾ ഹിന്ദി സംസാരിക്കുന്നതാണ്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ 30% ഉണ്ട് അല്ലെ. അപ്പൊ ബാക്കി ഈ പുറമേ കാണുന്നത് 30% ആയിരിക്കൂലേ? എന്നാലല്ലേ ഇത് 60% ഈ റൗണ്ട്. ക്ലിയർ അല്ലേ? ഇനി പറയുന്നത് നോക്കുക, 35% ആളുകൾ ഇംഗ്ലീഷ് സംസാരിക്കും. അപ്പോ ഈ റൗണ്ടിന്റെ ഉള്ളിൽ വരുമ്പോ ഇത് മൊത്തം 30% ഉണ്ട്. അപ്പൊ പുറമെ 5% ഉള്ള ആളുകളല്ലേ ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ടാവും. ശരിയല്ലേ? അപ്പം മൊത്തം സംസാരിക്കുന്നത് എത്ര ഉണ്ടാവും നോക്കുക, നമ്മൾ കൂട്ടുക. 30, 30, 65, 65% ആളുകൾ സംസാരിക്കുന്നുണ്ട് അല്ലേ? ഐദർ ഇംഗ്ലീഷ് ഓർ ഹിന്ദി സംസാരിക്കുന്നുണ്ട്. ഇനി ഇംഗ്ലീഷും ഹിന്ദിയും സംസാരിക്കുന്നുണ്ട്. ഇനി നമ്മൾ നോക്കുക രണ്ടും സംസാരിക്കാത്ത ആളുകൾ. അപ്പൊ മൊത്തം ഇംഗ്ലീഷും ഹിന്ദിയും സംസാരിക്കുന്ന ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത് 65% അല്ലെ. 30, 30, 65, 65%. ഇനി ബാക്കി എത്ര ശതമാനം ഉണ്ട്? 100ൽ നിന്നും 65 കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടുക? 35 അല്ലേ. അപ്പൊ 35% ആളുകൾ രണ്ടും സംസാരിക്കുന്നില്ല. അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യം വരുമ്പോ ഈ രീതിയിൽ ചെയ്ത് ആൻസർ കണ്ടെത്തുക. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരാളുടെ ശമ്പളം 10% കൂടി, പിന്നീട് 10% കുറഞ്ഞു എങ്കിൽ ആകെ വർധനവ് അല്ലെങ്കിൽ കുറവ് എത്ര ശതമാനം എന്നാണ്. അപ്പൊ നമ്മൾ ഇതെങ്ങനെ കാണുക? നമ്മൾ നോക്കുകയാണ്, അയാളുടെ ശമ്പളം 100 രൂപയാണെങ്കിൽ ആദ്യം 10% കൂടി. അപ്പൊ 100ന്റെ 10% എത്രയാ? 10 അല്ലേ. അപ്പൊ 110 രൂപയായി. പിന്നീട് 10% കുറഞ്ഞു. അപ്പൊ 110ന്റെ 10% എത്രയാ? 11 അല്ലേ. 10% കുറഞ്ഞു എന്ന് പറഞ്ഞാൽ 110ന്ന് 11 കുറച്ചാൽ 99 രൂപയായി അല്ലേ. അപ്പൊ 100 രൂപ എന്നുള്ളത് 99 രൂപയായി. അപ്പൊ എത്ര കുറഞ്ഞു? 1%. 1 കുറഞ്ഞു അല്ലേ. 1% കുറഞ്ഞു. അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യം നമ്മൾ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം 100 എടുക്കും. 100 ബേസ് 100 ആണ്. ഇൻറ്റു 10% കൂടി എന്ന് പറഞ്ഞാല് 100നേക്കാൾ 10% കൂടുതൽ എന്ന് പറഞ്ഞാല് 110/100 ഇൻറ്റു 10% കുറഞ്ഞു. 100നേക്കാൾ 10% കുറവെന്ന് പറഞ്ഞാല് 90% ഡിവൈഡഡ് ബൈ 100. 90/100. അപ്പോ ഈ 2 0 ക്യാൻസൽ ആയി. ഇവിടെ ഈ 0 ഈ 0 ഈ 0 ഈ 0. 11 × 9 എത്രയാ? 99. അപ്പോ ഇത് 99% ഉള്ളൂ. അപ്പൊ 100നേക്കാൾ എത്ര ശതമാനം കുറവാണ്? അപ്പൊ 100% കുറക്കണം 99%. എത്ര ശതമാനം? 1% കുറവാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യം വരുമ്പോൾ ഇങ്ങനെ ഡയറക്റ്റ് ചെയ്താൽ മതി. അടുത്ത ചോദ്യം. ഒരാളുടെ ശമ്പളം 10% വർദ്ധിച്ചു, വീണ്ടും 10% വർദ്ധിച്ചാൽ ആകെ വർധനവ് എത്ര ശതമാനം എന്നാണ്. അപ്പൊ നേരത്തെ ചെയ്ത അതേ മോഡലാണ് അല്ലെ. അപ്പോ എന്താ ചെയ്യാ? ഒരാളുടെ ശമ്പളം ആദ്യം 10% വർദ്ധിച്ചു. അപ്പൊ 100 ഇൻറ്റു 10% വർധനവ് ഇൻറ്റു 110/100. വീണ്ടും 10% വർദ്ധിച്ചു. അപ്പൊ ഇൻറ്റു 110/100. അപ്പൊ ഈ 2 0 ഈ 2 0 ക്യാൻസൽ ആയി. ഈ 0 ഈ 0 ഈ 0 ഈ 0 അല്ലെ. അപ്പൊ 11 × 11 എത്രയാ? 121% അല്ലെ. അപ്പൊ 100% എന്നുള്ളത് 121% ആയിട്ടുണ്ട് അല്ലെ. അപ്പൊ എത്ര ശതമാനം വർധനവുണ്ട്? 21%. ക്ലിയർ അല്ലേ? 14ാമത്തെ ചോദ്യം. 2 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ 35% വോട്ട് നേടിയ ഒരു സ്ഥാനാർത്ഥി 15,000 വോട്ടിന് തോറ്റു എങ്കിൽ ജയിച്ച ആൾക്ക് കിട്ടിയ വോട്ട് എത്ര എന്നാണ്. അപ്പൊ എന്തായാലും ആകെ വോട്ടർമാർ 100% ആയിരിക്കും അല്ലെ. അതില് 35% വോട്ട് നേടിയ സ്ഥാനാർത്ഥി തോറ്റുപോയിട്ടുണ്ട് അല്ലെ. അപ്പൊ ജയിച്ച ആൾക്ക് എത്ര ശതമാനം വോട്ട് കിട്ടിയിട്ടുണ്ടാവും? 65% കിട്ടിയിട്ടുണ്ടാവൂലേ. കാരണം 100 - 35% അല്ലേ. അപ്പൊ 65% വോട്ട് ജയിച്ച ആൾക്ക് കിട്ടിയിട്ടുണ്ട്. തോറ്റ ആൾക്ക് കിട്ടിയത് 35%. അപ്പോ ഈ 65%ത്തിന്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത്, അതായത് തോറ്റാളെക്കാളും എത്ര ഭൂരിപക്ഷം ഉണ്ട് എന്ന് നോക്കുന്നത് 65% - 35% അല്ലേ. എത്ര ശതമാനാണത്? 30%. അപ്പൊ 30% എന്ന് പറയുന്നതാണ് 15,000 വോട്ട് അല്ലെ. 15,000 വോട്ട് ഭൂരിപക്ഷത്തിനാണ് മറ്റേയാൾ ജയിച്ചത് അല്ലെ. അപ്പൊ 30% 15,000. ശരിയല്ലേ?
തോറ്റ ആള് 15,000 വോട്ടിനല്ലേ തോറ്റത്. അപ്പൊ മറ്റേ ആളുടെ ഭൂരിപക്ഷം അല്ലേ 15,000. അപ്പൊ 30% 15,000. ശരിയല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ കാണേണ്ടത് എന്താ, ജയിച്ച ആൾക്ക് കിട്ടിയ വോട്ട് എത്ര ശതമാനം. അപ്പൊ ജയിച്ച ആൾക്ക് കിട്ടിയത് 65% അല്ലെ. അപ്പൊ 65% കാണണം. എന്താ ചെയ്യാ, കണ്ടുപിടിക്കേണ്ടത് ഡിവൈഡഡ് ബൈ തന്നത് ഇൻറ്റു തന്നതിന്റെ വില. അപ്പൊ ഈ 0 ശരിയല്ലേ. 3, 5, 15. ഇനി 65 ഇൻറ്റു 5 എത്രയാ, 65 ഇൻറ്റു 5 325, പിന്നെ 2 0. അപ്പൊ എത്രയാ, 32,500. അത്രയും വോട്ടാണ് ജയിച്ച ആൾക്ക് കിട്ടിയത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം നോക്കുക. എയുടെ ശമ്പളം ബിയുടെ ശമ്പളത്തെക്കാൾ 25% കൂടുതലാണ് എങ്കിൽ ബിയുടെ ശമ്പളം എയുടെ ശമ്പളത്തെക്കാൾ എത്ര ശതമാനം കുറവാണ് എന്ന്. അപ്പോ എയുടെ ശമ്പളം ബിയുടെ ശമ്പളത്തെക്കാൾ 25% കൂടുതലാണ്. അപ്പോ ബിയുടെ ശമ്പളം 100 രൂപയാണെങ്കിൽ എയുടെ ശമ്പളം 125 രൂപയാണ്. എന്നിട്ട് ചോദിക്കുന്നത് എന്താണ്, എങ്കിൽ ബിയുടെ ശമ്പളം എയുടെ ശമ്പളത്തെക്കാൾ എത്ര ശതമാനം കുറവാണ്. അപ്പൊ ബിയുടെ ശമ്പളം എനേക്കാളും 25 അല്ലേ കുറവ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, 25/125 ഇൻറ്റു 100. അത്രയും ശതമാനമായിരിക്കുമല്ലോ കുറവുണ്ടാവുക. അപ്പൊ 125 25, 5 25 125, 100/5 എത്രയാ, 20. അപ്പൊ 20% കുറവാണ് ബിയുടെ ശമ്പളം. ഇനി ഇത്തരത്തിലുള്ള ഒരു ചോദ്യം ചെയ്യാന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, എയുടെ ശമ്പളം ബിയുടെ ശമ്പളത്തെക്കാൾ X% കൂടുതലായാൽ എങ്കിൽ ബിയുടെ ശമ്പളം എയുടെ ശമ്പളത്തെക്കാൾ 100x ഡിവൈഡഡ് ബൈ 100 പ്ലസ് X% കുറവായിരിക്കും. എന്താണ്, എയുടെ ശമ്പളം ബിയുടെ ശമ്പളത്തെക്കാൾ X% കൂടുതലായാൽ ബിയുടെ ശമ്പളം എയുടെ ശമ്പളത്തെക്കാൾ 100x ഡിവൈഡഡ് ബൈ 100 പ്ലസ് X% കുറവായിരിക്കും. അപ്പൊ ഇവിടെ എത്രയാ പറഞ്ഞേ, 100 ഇൻറ്റു X എത്രയാ, 25 ഡിവൈഡഡ് ബൈ 100 പ്ലസ് 25 125 അല്ലേ. 25 5 ആണ് 125. 100/5 എത്രയാണോ, 20%. ക്ലിയർ അല്ലേ? ലാസ്റ്റ് ചോദ്യം, എയുടെ ശമ്പളം ബിയുടെ ശമ്പളത്തെക്കാൾ 20% കുറവാണ് എങ്കിൽ ബിയുടെ ശമ്പളം എയുടെ ശമ്പളത്തെക്കാൾ എത്ര ശതമാനം കൂടുതലായിരിക്കും എന്ന്. അപ്പോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എയുടെ ശമ്പളം ബിയുടെ ശമ്പളത്തെക്കാൾ 20% കുറവാണ്. അപ്പൊ ബിയുടെ ശമ്പളം 100 രൂപയാണെങ്കിൽ 100ന്റെ 20% എന്ന് പറഞ്ഞാൽ 20 അല്ലേ. അപ്പൊ 20% കുറവാണെങ്കിൽ എയുടെ ശമ്പളം 80 രൂപയായിരിക്കും. എന്നിട്ട് ചോദ്യം ഇതാണ്, എങ്കിൽ ബിയുടെ ശമ്പളം എയുടെ ശമ്പളത്തെക്കാൾ എത്ര ശതമാനം കൂടുതലായിരിക്കും. അപ്പൊ ഇവിടെ ബിയുടെ ശമ്പളം എയുടെ ശമ്പളത്തെക്കാൾ 20 രൂപയാണ് കൂടുതൽ അല്ലെ. അത് എത്ര ശതമാനാണെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ 20/80 ഇൻറ്റു 100 അല്ലേ. അപ്പോ 20 4 80, 100 എത്ര 4, 25% കൂടുതലായിരിക്കും അല്ലെ. അപ്പോ ഇത്തരത്തിലൊരു ചോദ്യം വന്നാൽ എയുടെ ശമ്പളം ബിയുടെ ശമ്പളത്തെക്കാൾ X% കുറവും എങ്കിൽ കുറവായാൽ എങ്കിൽ ബിയുടെ ശമ്പളം എയുടെ ശമ്പളത്തെക്കാൾ 100x ഡിവൈഡഡ് ബൈ 100 മൈനസ് X% കൂടുതലായിരിക്കും. എന്താണ്, എയുടെ ശമ്പളം ബിയുടെ ശമ്പളത്തെക്കാൾ X% കുറവായാൽ ബിയുടെ ശമ്പളം എയുടെ ശമ്പളത്തെക്കാൾ 100x ഡിവൈഡഡ് ബൈ 100 മൈനസ് X% കൂടുതലായിരിക്കും. ഇവിടെ 100x 100 ഇൻറ്റു 20 ഡിവൈഡഡ് ബൈ 100 മൈനസ് X എത്രയാ, 80. അത്രയും ശതമാനം 20 4 80, 100/4 എത്രയാടോ, 25%. ക്ലിയർ അല്ലേ? ഓക്കെ. എന്റെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ SSC RRB എന്നീ പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഷോർട്സ് വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പൊ താല്പര്യമുള്ള ആളുകൾ അതും കൂടി കാണാം. പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ബൈ.